ഈ തോമസ് ശ്രീ പണിക്കണ്ടി, പ്രിയമുള്ളവരെ, ഞാനൊരു വലിയ പ്രാസംഗികനൊന്നുമല്ല. ചില കാര്യങ്ങൾ വന്നു, അവിടെ നിന്ന് എങ്ങനെ ഇന്നത്തെ ഈ ലെവലിലെത്തി എന്നൊക്കെ എൻ്റെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുക. ഞാൻ ഒരു പുലാനപ്പള്ളി എന്ന കുടുംബം, നമ്മുടെ SH ഉണ്ട്, ചവിട്ടുവേലിക്കും ചൂട്ടുവേലിക്കും ഇടയ്ക്ക് ഇന്നത്തെ പോപ്പുലർ ഓട്ടോമൊബൈൽസ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ 3 ഇപ്പുറമുള്ള ഒരു വീട് ആയിരുന്നു എൻ്റെ തറവാട്. ഞങ്ങൾ പുലാനപ്പള്ളി കുടുംബങ്ങൾ എല്ലാം ഒന്നിച്ച് ചുറ്റുപാടും അവിടെ ഉള്ളതെല്ലാം പുലാനപ്പള്ളി കുടുംബക്കാരായിരുന്നു. അപ്പം ഞങ്ങളുടെ എന്ന് പറഞ്ഞൊരു ബസ് സർവീസിൻ്റെ ബസ് സർവീസ് നടത്തുന്ന ഒരു ഫാമിലി, ജോളി മോട്ടോഴ്സ് എന്നായിരുന്നു അത് ആ ബസ്സിൻ്റെ പേരുകൾ. കോട്ടയത്ത് തന്നെ ഏകദേശം ഒരു 10-15 ബസ്സുകളോട് ഞങ്ങൾക്ക് ആ കാലത്ത് ഉണ്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ തോമസ് കുട്ടി എന്നാണ് എല്ലാവരും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. സായിപ്പ് കുട്ടി എന്ന് പറഞ്ഞ കാരണം പുള്ളി നല്ല കളറായി, അതുകൊണ്ടാണ് സായിപ്പ് കുട്ടി എന്ന പേര്. പുള്ളിയാണ് ഈ കോട്ടയത്തെ ഈ കരിഗ്യാസ് വണ്ടി എന്നുള്ള കൺസെപ്റ്റിൽ ഈ അന്നത്തെ കരി ഉപയോഗിച്ച് കത്തിച്ച് വെള്ളത്തിൻ്റെ സ്റ്റീം ഉപയോഗിച്ച് ചെറിയ ബസ്സുകൾ, ഇന്നത്തെ ലോറി പോലുള്ള മുൻവശമുള്ള ചെറിയ ബസ് അദ്ദേഹം തന്നെ അത് കോട്ടയം മാന്നാൻ ഭാഗത്തേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ അബ്രഹാം, എൻ്റെ ഫാദർ തോമസ്, എൻ്റെ ജോൺ, ഇവരത് നടത്തിക്കൊണ്ടിരുന്നു. ഞാൻ 1950 ഡിസംബർ 21 ഞാൻ ജനിക്കുന്നത്. എൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ വീട് കുമരകമാണ്. എൻ്റെ രജിസ്ട്രേഷനൊക്കെ കുമരകത്താണ് കിടക്കുന്നത്, കുമരകം പഞ്ചായത്തിലാണ്. ഞാൻ വളർന്നു വന്നത് ഈ ബസ്സുകളുടെയും ഇടയിലായിരുന്നെങ്കിലും എനിക്ക് ചെറുപ്പം മുതൽ സിനിമയോട് വലിയ ഒരു ആരാധനയായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ കഴിയുന്ന എല്ലാ സിനിമകളും കാണുവാൻ ശ്രമിക്കുമായിരുന്നു. എനിക്ക് അറിവ് വെച്ചെന്ന കാലത്തോട്ട് സിനിമ കാണാൻ ശ്രമിക്കുമായിരുന്നു. അത് വിവിധ തരം സിനിമകൾ, മലയാള സിനിമ, തമിഴ് പുരാണ ചിത്രങ്ങൾ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ചിത്രങ്ങൾ അന്നത്തെ കാലത്ത് രാജമഹാൾ ആൻഡ് സ്റ്റാർ 2 തിയേറ്ററാണ് ഉണ്ടായത്. പിന്നീട് നമുക്ക് റോയൽ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് നാഗമ്പടത്തിൽ തിയേറ്റർ വന്നു. അവിടെയും ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ചിത്രങ്ങളൊക്കെ ഞായറാഴ്ച മോർണിംഗ് ഷോ ഞായറാഴ്ച മാത്രമേ ഒരു ഷോ ഉള്ളൂ. രാവിലെ നമ്മൾ പള്ളിയിൽ പോകണം, അത് കഴിഞ്ഞിട്ട് വേദപാഠമുണ്ട്. പക്ഷേ പല പ്രാവശ്യം വേദപാഠം സ്കിപ്പ് ചെയ്ത് പള്ളിയിൽ നിന്ന് അച്ഛന്മാരെ വെട്ടിച്ച് ഓടി ചവിട്ടുകളിൽ കവലെ വന്ന് ബസ് കയറി രാജമഹൽ തിയേറ്ററിലോ അല്ലെങ്കിൽ സ്റ്റാർ തിയേറ്ററിലോ വന്ന് ഞായറാഴ്ചകളിൽ സിനിമ കാണുമായിരുന്നു. അങ്ങനെ പല ഇംഗ്ലീഷ് ചിത്രങ്ങളും കാര്യമായിട്ടൊന്നും മനസ്സിലാകില്ലെങ്കിലും പക്ഷേ ആ വിദേശ രാജ്യങ്ങളിലെ സംസ്കാരം, അങ്ങനെയുള്ള ഒരു ചാർലി ചാപ്ലിൻ്റെ പടങ്ങൾ, ഇങ്ങനെ പല പടങ്ങളും ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ വാട്ട് ഹാപ്പൻ ടു എ ലാറ്റിൻ ലവർ ഓൺ ഹിസ് ഫസ്റ്റ് വെഡിങ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള ചിത്രങ്ങൾ കാണുമായിരുന്നു. മിക്കവാറും എല്ലാ ഞായറാഴ്ചകളിലും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ചിത്രങ്ങൾ, അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ജെയിംസ് ബോണ്ട് ചിത്രങ്ങൾ മാത്രമേ റെഗുലർ ഷോ കളിക്കുള്ളായിരുന്നു. കാരണം ജെയിംസ് ബോണ്ട് ചിത്രങ്ങൾക്കായിരുന്നു കളക്ഷൻ കിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ചിത്രങ്ങളൊക്കെ തന്നെ ഒരു ഷോ അല്ലെങ്കിൽ 2 ഞായറാഴ്ച അങ്ങനെയൊക്കെ നല്ല ഒരു ഞായറാഴ്ച കിട്ടിയിട്ട് നല്ല കളക്ഷൻ ഉണ്ടെങ്കിൽ പക്ഷേ ഒരുപക്ഷെ അടുത്ത ഞായറാഴ്ച കൂടെ കളിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമയുമായി വളരെയധികം താല്പര്യത്തോടുകൂടി അതിനെപ്പറ്റി അനലൈസ് ചെയ്യും. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം റേഡിയോ ഒക്കെ വളരെ കുറവാണ്. പല റേഡിയോ ഇല്ല, ഫോണില്ല. അപ്പോൾ നമുക്ക്
കേൾക്കുവാനായിട്ടുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് ഈ തിയേറ്ററുകളുടെ മുമ്പിൽ ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഈ പാട്ടുകൾ പുറത്തേക്ക് പോകും, റെക്കോർഡ്. അപ്പോൾ അവിടെ പോയി നിന്ന് രാജമാൾ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ സൈഡിലൊരു നടയുണ്ട് താഴെ. ആ നടയിൽ ഞാനും കൂട്ടുകാരും കൂടെ വന്ന് ഇരുന്ന് ഈ ചിത്രങ്ങളുടെ പാട്ടുകൾ കേൾക്കുമായിരുന്നു. അപ്പോൾ അതാത് ചിത്രങ്ങളിലെ പുതിയ ചിത്രങ്ങളുടെ പാട്ട് കേൾക്കാനുള്ള അവസരമാണ്. അവിടെയൊക്കെ അന്നന്ന് പ്രദർശിപ്പിക്കുന്ന ചിത്രത്തിൻ്റെ പാട്ടുകളാണ് ഇട്ടുകൊണ്ടിരുന്നത്. പുതിയയുടെ പല ചിത്രങ്ങളിലും നല്ല നല്ല പാട്ടുകളുണ്ട്. ദേവരാജൻ, വയലാർ ദേവരാജൻ്റെ മറ്റു ഗാനങ്ങളൊക്കെ വളരെയധികം ആസ്വദിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ ബെല്ലടിക്കുമ്പോൾ അവർ പുറത്ത് സൗണ്ട് മാറ്റിയിട്ട് അമത്തോട്ടിട്ടു. അപ്പോൾ ഞങ്ങളെല്ലാം എഴുന്നിട്ട് അതൊക്കെ അവിടെ നിന്നും ഈ അമ്പലത്തിൻ്റെ മൂലയിൽ വന്ന് അന്നത്തെ കേട്ട പാട്ടുകളെ പറ്റിയും അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ആസ്വദിച്ച് വിലയിരുത്തി അതിൻ്റെ വരികളെ പറ്റിയൊക്കെ ഒന്ന് ചർച്ചകളിലൂടെയാണ് ഞങ്ങൾ പോരുന്നത്. പിന്നെ അന്നത്തെ കാലത്ത് ഇവിടെ ലക്ഷ്മി നിവാസം, നമ്മുടെ ഇന്നത്തെ ആനന്ദ് ഹോട്ടൽ, അവിടെ വന്ന് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ഓരോ മസാല ദോശയൊക്കെ അടിച്ച് പതുക്കെ നടന്നാണ് ഞങ്ങൾ എൻ്റെ ഭവനമായ സ്റ്റുഡിയോയിലേക്ക് പോകുന്നത്. അപ്പോൾ 2-3 സുഹൃത്തുക്കളുണ്ട്. ഒരു ജോർജ് കുട്ടി എന്നൊക്കെ പറയുന്ന ഒരു ചന്ദ്രസേനൻ, ഒരു ശശി, ഇവരൊക്കെയാണ്. ഇവരെല്ലാം ഈ സിനിമയോട് താല്പര്യമുള്ള ആൾക്കാണ്ട്. ഞങ്ങളുടെ വിഷയമെല്ലാം തന്നെ ചർച്ച ചെയ്യുന്ന സിനിമയാണ്. അങ്ങനെ ഞാൻ ഏകദേശം എനിക്കൊരു 19 വയസ്സായപ്പോഴത്തേക്കിന് എൻ്റെ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ ഇടയിൽ ഈ ഞാൻ അറിയുന്നു ഇവിടെ ഡിൻഡി ഫിലിംസ് എന്ന് പറഞ്ഞൊരു കമ്പനി കോട്ടയത്ത് പുതുതായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ ആനന്ദ്, അഭിലാഷ്, ആഷ തിയേറ്ററുകളിലെ ഉടമസ്ഥയായ ജോർജ് കുട്ടി സാറിൻ്റെ ഒരു കസിൻ ബ്രദറാണ് അത് ആരംഭിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ അന്ന് ഞങ്ങൾ വിളിക്കുന്ന ഡൽഹി ഫിലിംസിൻ്റെ അനിയൻ സാർ എന്നാണ്. അനിയൻ സാർ MA കൂടെയുള്ളതാണ്. പക്ഷേ അനിയൻ അനിയൻ എന്നാണ് എല്ലാവരും കാട്ടുകാരെല്ലാം വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം യൂണിയൻ ക്ലബിൻ്റെ പുറത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ ബന്ധപ്പെടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഈ ആനന്ദിയറിൻ്റെ ഇപ്പോഴത്തെ ഇപ്പുറത്ത് ഒരു പണ്ടൊരു ഹീറോ എന്ന് പറയുന്ന ഒരു ചെരുപ്പുകടയുണ്ട്. അവിടെ ഡൊമിനിക് എന്ന് പറയുന്ന ഒരാളാണ് അന്ന് നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ എൻ്റെ അവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. രാജുവിനെ കാണാനായിട്ട് ഞാൻ പോകുമ്പോഴത്തേക്കിന് അതിൻ്റെ ഒരു പാർട്ട്ണറായിട്ടുള്ള കുഞ്ചായ എന്ന് പറയും, മാളകല കുഞ്ചായ, അതായത് രാജമഹൽ തിയേറ്ററൊക്കെ നടത്തിക്കൊണ്ടിരുന്ന മരിച്ചുപോയ ചെറിയാച്ചൻ, മാളകൽ ചെറിയാച്ചൻ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ചെറിയ, അന്ന് വളരെയധികം ചെറിയാച്ചനെ പറ്റി വളരെയധികം ചെറിയാച്ചനെ പറ്റി വളരെയധികം സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പുള്ളി വളരെ കരുണാമയനായിരുന്നു. ഒരുപാട് പാവങ്ങൾക്ക് സഹായം ചെയ്യുന്ന ആളായിരുന്നു. പലർക്കും ആശ്രയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബ്രദർ കുഞ്ചായൻ ഞങ്ങളുടെ അടുത്താണ് താമസിക്കുന്നത്, ഔട്ട്വേലിലാണ് താമസിക്കുന്നത്. ഞാൻ കുഞ്ചാനെ പോയി കാണുന്നു. കുഞ്ചായ എനിക്കിങ്ങനെ സിനിമയിൽ കയറിയാൽ കൊള്ളാമെന്നുണ്ട്, സിനിമയിലെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ കയറിയാൽ കൊള്ളാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി കഴിഞ്ഞാൽ തിയേറ്ററിൽ പോകുമ്പോഴത്തേക്കിന് സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ. ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ, തേർഡ് ഷോ, അങ്ങനെയുള്ള സിനിമകൾ കാണാമല്ലോ. ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഞാൻ പോയിട്ട് എൻ്റെ വീട്ടിൽ ഇത് സമ്മതമല്ലായിരുന്നു. കാരണം വെച്ചാൽ അവർ വിചാരിച്ചത് ഇതിൻ്റെ ബസ്സിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ചാർജുകളൊക്കെ ഏറ്റെടുത്ത് ഞാനിങ്ങനെ ജീവിക്കണമെന്നായിരുന്നു അവർ ആവശ്യമായിരുന്നത്. അല്ലെങ്കിൽ ബിസിനസ്, അല്ലെങ്കിൽ പഠിച്ച് മിടുക്കനായിട്ടൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ മേടിക്കണമെന്നുള്ളതായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കുഞ്ചായനോട് പറഞ്ഞു, കുഞ്ചായൻ ഉടനെ തന്നെ നീ ഒരു കാര്യം നാളെ വന്നേക്ക്. അപ്പം കുഞ്ചായൻ എന്ന് വെച്ചാൽ എൻ്റെ ഫാദറിനെ നന്നായിട്ടറിയാം, അപ്പോൾ തോമാച്ചൻ്റെ മോനല്ലേ. ഓക്കെ, എടാ നീ വീട്ടിൽ സമ്മതിക്കുമോ? ഞാൻ വീട്ടിലെങ്ങനെ സമ്മതിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹവുമായിട്ട് പിറ്റേ ദിവസം നമ്മുടെ BCM കോളേജ് സെൻറ് ആൻഡ് സ്കൂളിൽ നേരെ എതിർവശത്തുള്ള ഫസ്റ്റ് ഫ്ലോറിലുള്ള ഡെന്നി ഫിലിംസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വന്നു. അനിച്ചായനെ കണ്ടു. അനിച്ചായനോടെ താല്പര്യമാണോ എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ വിവരങ്ങൾ
പുള്ളി നോക്കിയപ്പോഴത്തേക്കിന് ഈ ജ്യോത്സ്യന്മാർ കബഡി വെച്ചാണ്, പക്ഷെ ഇത് ചീത്താണ്. ആ ചീട്ട് നമ്മളെ കുത്താൻ തരുമ്പോഴത്തേക്ക് നമ്മളെ അത് ഷഫിൾ ചെയ്ത് കൊണ്ടുവിടും. എന്നിട്ട് പുള്ളി മാറ്റി വെക്കും. ഇത് അതിനകത്ത് ഈ കബഡി നിരത്തുന്ന പോലെ ഇത് നിരത്തും. അപ്പോൾ ആ നിരത്തുന്ന സമയത്ത് പുള്ളിക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ. അപ്പോൾ നമ്മൾ സ്റ്റോറി നമ്മൾ വന്നോടെ പ്രാർത്ഥിക്കണം പറയാം. മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കിന് പുള്ളി പറയുമ്പോൾ ഇത് നല്ല സബ്ജക്റ്റാണ്, കുഴപ്പമില്ല. പിന്നെ അതിനകത്ത് ആർട്ടിസ്റ്റുകളെ നോക്കുമ്പോഴത്തേക്കിന് ഓരോ ആർട്ടിസ്റ്റുകളും നമ്മൾ ഈ കോമ്പിനേഷൻ കറക്റ്റ് ആക്കണം. അതിനകത്ത് ഏതെങ്കിലും ഒരാൾക്ക് അല്പം മങ്ങലുണ്ടെങ്കിൽ അത് പടത്തെ ബാധിക്കുമെന്നാണ് പുള്ളി പറയുന്നത്. അതായത് നെഗറ്റീവ് ഫോഴ്സ് ഉള്ള ഒരു സ്റ്റാർ അതിനകത്ത് വന്നാൽ അത് പടത്തിൻ്റെ വിജയത്തിനെ ബാധിക്കും. അങ്ങനെ നമ്മൾ ഓരോ ആർട്ടിസ്റ്റിനെയും, അതായത് മെയിനായിട്ടുള്ള നടന്, പ്രധാന നടൻ, അങ്ങനെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ഒക്കെ നമ്മൾ സങ്കല്പിച്ചുകൊണ്ടുണ്ട്. ലേഡീസ് ആണെങ്കിൽ നമ്മൾ ഈ കറുത്ത അല്പം കറുത്താണെന്നുണ്ടെങ്കിൽ ക്ലാവർ റാണിയായിരിക്കും, കളർ പുള്ളി വയ്ക്കും. അപ്പോൾ ഇരുനിറമാണ്, അപ്പം ഇസ്പേഡ് അങ്ങനെ. പിന്നെ ആടുക നല്ല കളറുകളാണ് ആട്, ഇങ്ങനെയൊക്കെ ഇത്. അപ്പോൾ ഇതിപ്പോൾ അതൊരു പുതിയ സംഭവം, എനിക്കും ഒരു പുതിയ അനുഭവമായിരുന്നു. അങ്ങനെ ഞാൻ ആരാത്രിക്ക് പോയി നോക്കി. അങ്ങനെ നോക്കിയിട്ടാണ് ആരാത്രി ഈ സോണിയ ജയറാമും മമ്മൂട്ടിയും പോയത്. പക്ഷേ ആട്ടക്കലാശം പുള്ളി നോക്കിയപ്പോഴേ പറഞ്ഞു മമ്മൂട്ടി ഇല്ല, അതായത് ഇവരുമായിട്ട് വഴക്കുണ്ടാവും, പണം നിന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ പേടിച്ചു. ഞാൻ പിന്നെ അപ്പം ലാലുമായിട്ട് നമ്മൾ നല്ലൊരു സുഹൃത്ബന്ധം തുടങ്ങിയിട്ടുണ്ട്. കാരണം സന്ധ്യയ്ക്ക് പിന്നെ ജോലിയോട് വന്നു. ആദ്യത്തെ ചിത്രമായിട്ടുള്ള ലാലിൻ്റെ ആദ്യത്തെ ചിത്രം തിരനോട്ടം എന്നുള്ള ചിത്രമുണ്ടായിരുന്നു. അത് ഈ പ്രിയദർശനും അശോക് കുമാർ അവരുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഇന്ത്യൻ കോഫി ഹൗസ് ഫ്രണ്ട്സ് ചേർന്നെടുത്ത ചിത്രമായിരുന്നു. അന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. അന്ന് അവളുടെ രാപ്പിൾ എന്ന ചിത്രം ഗംഭീരമായിട്ട് ഓടി. അപ്പം ആ സമയത്ത് കുറേ അതിനെ ബേസ് ചെയ്ത് കുറേ ചിത്രങ്ങൾ സെക്സ്